മോഹൻ വർഗീസ്, ഇപ്പോൾ ഈ ആക്രമണത്തിന്റെ ഒരു സ്വഭാവത്തെക്കുറിച്ച് നേരത്തെ ഷാബു പ്രസാദ് പറഞ്ഞു. ഫോർദോ ഏറ്റവും പ്രധാനപ്പെട്ട ടാർഗറ്റ് ഫോർദോ ആയിരുന്നു. ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചതിനെ കുറിച്ച് പറഞ്ഞു. പക്ഷേ ഇന്ന് അൽ ജസീറയിൽ വന്ന ചില ഉപഗ്രഹ ചിത്രങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ദിവസങ്ങൾക്ക് മുമ്പുള്ള ഉപഗ്രഹ ചിത്രങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഈ ആണവ നിലയത്തിൽ നിന്ന് 16 വലിയ കാർഗോ ലോറികളിലായി ചില കാര്യങ്ങൾ നീക്കിയിരുന്നു എന്ന വാർത്ത ഉപഗ്രഹ ചിത്രം സഹിതം ഇപ്പോൾ മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. എന്ന് മാത്രമല്ല, എവിടെയും ആണവ വികിരണം ഉള്ളതായി സൂചനയില്ല. IAEA തന്നെ റേഡിയേഷന്റെ സാധ്യത പൂർണ്ണമായും തള്ളിക്കളയുന്നുണ്ട്. അപ്പോൾ ഈ ആക്രമണത്തിന്റെ ഇമ്പാക്റ്റ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ യുറേനിയം എൻറിച്ച്മെന്റ് എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാന്റെ കയ്യിൽ ഉണ്ട് എങ്കിൽ അവർ ഇതിനോടകം അത് സേഫായി ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും. കാരണം ഇവിടെ ഇത് യാതൊരു വെരി ഇന്റലിജന്റ് ഗസ്റ്റാണ് ആരെ സംബന്ധിച്ചിടത്തോളം. ഫോർദോ ആണവ നിലയത്തിൽ തീർച്ചയായും ആക്രമണം ഉണ്ടാകും. അമേരിക്ക ഇടപെട്ടാൽ B-2 ബോംബറുകൾ ലക്ഷ്യം വെക്കുന്നത് ഫോർദോ തന്നെയാണ്. അവിടെയാണ് 60 മീറ്ററിൽ താഴെ ആഴത്തിലാണ് ഈ സമ്പുഷ്ടീകരണ കേന്ദ്രം, സെൻട്രിഫ്യൂജുകൾ നിലനിൽക്കുന്നത്. അത് തകർക്കാൻ വേണ്ടി മാത്രമായി നിർമ്മിച്ച ബോംബാണ് നേരത്തെ സൂചിപ്പിച്ച ബങ്കർ ബസ്റ്റർ ബോംബുകൾ. അത് ഒന്നിലധികം ബോംബുകൾ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ അത് ഉദ്ദേശിക്കുന്ന ഫലം ചെയ്യൂ. ഇതെല്ലാം അറിയാനുള്ള ബുദ്ധി ഇറാനുണ്ടല്ലോ. അതുകൊണ്ട് അതൊക്കെ യുദ്ധം തുടങ്ങുന്ന ആ നിമിഷം തന്നെ, ഇസ്രായേലി ആക്രമണം സംഭവിക്കുന്ന ആദ്യ നിമിഷം തന്നെ, അതിന് മുൻപ് തന്നെ അത് അവിടെ നിന്ന് മാറ്റിയിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടുത്തെ ചോദ്യം, അങ്ങനെയുള്ള ആണവ വികിരണ മെറ്റീരിയൽസും മെഷീനറിയും എല്ലാം പൂർണ്ണമായി മാറ്റാൻ സാധ്യമാകുമോ? ഈ കണ്ടെയ്നറുകളിൽ നിറച്ചുകൊണ്ട് പോകാവുന്ന ലാഘവത്തിലുള്ള കാര്യങ്ങളാണോ അത് മാത്രമല്ല, ഇതിൻ്റെ സ്റ്റോറേജ് എങ്ങനെയാണ്? മറ്റൊരു കേന്ദ്രത്തിലേക്ക് ഉപഗ്രഹ ചിത്രങ്ങളുടെ സഹായത്തോടു കൂടി എങ്ങോട്ടാണ് മാറ്റുന്നത് എന്ന് അമേരിക്കൻ ഇസ്രായേലി ചാരക്കണ്ണുകൾക്ക് കണ്ടെത്താനാവാത്തതാണോ? അതുകൊണ്ട് ഇവിടെ ഒരു കാര്യവും ആ രീതിയിലുള്ള രഹസ്യങ്ങളൊന്നും ശ്രീ അഭിലാഷ് നിലനിർത്താനാവില്ല. അതുകൊണ്ടാണ് അമേരിക്കയുടെ ഭാഗത്ത് വ്യക്തമായ ഒരു ഒബ്ജക്റ്റീവ് ഇതിനകത്തുണ്ട്. എന്ത് വില കൊടുത്തും ഇറാൻ ന്യൂക്ലിയർ ആർസനൽ ഡെവലപ്പ് ചെയ്യുന്നതിൽ നിന്നും ഇറാനെ പിന്തിരിപ്പിക്കുക അതിന് ഏറ്റവും അനുകൂല അന്തരീക്ഷമാണ്. അതുകൊണ്ടാണ് ചർച്ചയിലേക്ക് നിങ്ങൾ കടന്നു വരൂ. ചർച്ചയിൽ എഴുതി തയ്യാറാക്കി വെച്ചിരിക്കുകയാണെന്നാണ്, ചർച്ചയെല്ലാം കഴിഞ്ഞുള്ള ധാരണ എഴുതി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങൾ ബലഹീനമാണിപ്പോൾ, നിങ്ങൾ നശിക്കാൻ പോവുകയാണ്, വി വിൽ ഫിനിഷ് യു, പക്ഷേ അവസാന അവസരം തരാം, നിങ്ങൾ താഴെ ഒന്ന് ഒപ്പിടൂ, ഞങ്ങളുടെ ടേംസിൽ നിങ്ങൾ ഒപ്പിടൂ എന്ന് പറയുകയാണ്. ഇവിടെയാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് വളരെ വൈസും സ്ട്രാറ്റജിക്കുമായ നീക്കങ്ങൾ നടത്തേണ്ടതുണ്ട്. 2 കാര്യങ്ങളിലേക്കാണ് ഇറാൻ ഇനി ശ്രദ്ധിക്കാൻ പോകുന്നത്. ഒന്ന്, എൻ്റെ ഒരു ഊഹമാണ്, ഇതൊരു സിവിലൈസേഷണൽ യുദ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്ലാമിക ലോകത്തിനെതിരെ, അറബി എന്നുള്ള വിട്ടോളൂ, ഇസ്ലാമിക ലോകത്തിനെതിരെ ലോകത്തിൻ്റെ മറ്റ് ശക്തികളുടെ സയനിസ്റ്റ് ആൻഡ് വെസ്റ്റേൺ പവേഴ്സിൻ്റെ കടന്നുകയറ്റമായി കണ്ടുകൊണ്ട് ഇസ്ലാമിക ലോകത്തെ രാജ്യങ്ങളോട് ഒരു വലിയ ക്ലാരിയൻ കോൾ അല്ലെങ്കിൽ വലിയൊരു അപേക്ഷ ഇറാൻ്റെ ഭാഗത്തു നിന്ന് വരും. അപ്പോൾ OICക്കും GCCക്കും അതുപോലെ അറബ് ലീഗിനുമൊക്കെ ഒരു തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടായി വരും. കാരണം അമേരിക്കയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന വ്യാപാര താല്പര്യങ്ങളാണ് മിക്ക അറബ് ഇസ്ലാമിക രാജ്യങ്ങൾക്കും. അവർ അതിൽ നിന്നും മാറി നിന്നുകൊണ്ട് എങ്ങനെ ഒരു നിലപാടെടുക്കും? ഇത് നിലപാടിൻ്റെ വിഷയമാണ്. റഷ്യക്ക് പോലും ഒരു നിലപാടെടുക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് നിലപാടുകൾ പറയാൻ എളുപ്പമാണ്, പക്ഷേ സഹായത്തിനായി ആര് വരും? ആയുധങ്ങൾ നൽകി S-300 S-400 മിസൈൽ പ്രതിരോധ സംവിധാനം എത്തിക്കാൻ റഷ്യക്ക് കഴിയും. അത് ഒരുപക്ഷെ കാസ്പിയൻ സീ വഴി അത് എത്തിക്കാൻ കഴിയും. അല്ല എങ്കിൽ വിമാനങ്ങളിൽ എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും. അതെല്ലാം സാധിക്കും. അതൊക്കെ നമ്മൾ മുൻകൂട്ടി ഡിസ്കൗണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ചൈനയുടെ ഭാഗത്തു നിന്നും തീർച്ചയായും മിസൈൽ ശേഖരം ഇറാന് കുറയുന്നുണ്ടെങ്കിൽ ഏറിയൽ ഡിഫൻസ് സിസ്റ്റം ചൈനയ്ക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് കഴിയുന്നില്ല. ഒരു കരയുദ്ധമാണ് ഉണ്ടാകുന്നതെങ്കിൽ ആ കരയുദ്ധം ജയിച്ചു വരാൻ അമേരിക്കയ്ക്ക് ബുദ്ധിമുട്ട് വരും. കാരണം സദ്ദാം ഹുസൈൻ്റെ ഇറാഖ് അല്ല ഖൊമൈനിയുടെ ഇറാൻ എന്നോർക്കണം. അവിടുത്തെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. ഏറിയൽ ഡോമിനേഷനിലൂടെ ലഭിച്ച മേൽക്കൈ നിലനിർത്താൻ കഴിഞ്ഞു. അതിനുപരിയാണ് കമാൻഡോകളെ ഇറക്കിക്കൊണ്ട്, പാരച്യൂട്ടിൽ ഭടന്മാരെ ഇറക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഓപ്പറേഷൻ നടത്തണമെങ്കിൽ മില്യൺസ് ഓഫ് സോൾജേഴ്സ് വേണ്ടി വരും. അത്രയും സായുധ വിന്യാസം അമേരിക്ക അവിടെ ഇല്ല. 47,000 ഭടന്മാർ മാത്രമാണ്, ട്രൂപ്സ് മാത്രമാണ് അമേരിക്ക ആ പ്രദേശത്തുള്ളത്. അതുമാത്രമല്ല, അതുകൊണ്ടുണ്ടാകുന്ന റിസ്ക് അത് വലിയ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഒരു കരയുദ്ധത്തിലേക്ക് എങ്ങനെയെങ്കിലും അമേരിക്കയെ എത്തിച്ചു നിർത്തിക്കഴിഞ്ഞാൽ പാരഡൈം മാറുമെന്ന ഒരു ഹോപ്പാണ് ഇറാന്റെ ഭാഗത്തു നിന്നും കടന്നു വരുന്ന ഹോപ്പ്. എന്ത് സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. സൈക്കിൾ ഓഫ് എസ്കലേഷൻ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണണം.